PSC എക്സാം ഹെൽപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട 40 ചോദ്യങ്ങളാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ കോൺഫറൻസ് നടന്ന സ്ഥലം എവിടെയാണ്? ഓപ്ഷൻ ബി ധാക്ക. രണ്ടാമത്തെ ചോദ്യം, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകൃതമായ വർഷം? 1866. ചുവന്ന കുപ്പായക്കാർ എന്നറിയപ്പെടുന്നത്? നാലാമത്തെ ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആര്? മൗണ്ട് ബാറ്റൺ. അഞ്ചാമത്തെ ചോദ്യം, ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് എന്നാണ്? ഓപ്ഷൻ എ 1922 ഫെബ്രുവരി 1. വൈറ്റ്മാൻ കമ്മീഷൻ എന്നറിയപ്പെട്ടത്? ഓപ്ഷൻ ബി സൈമൺ കമ്മീഷൻ. ഡൽഹിയിൽ നടന്ന ഓൾ ഇന്ത്യ ഖിലാഫത്ത് സമ്മേളനത്തിന്റെ നേതൃത്വം നൽകിയ വ്യക്തി? ഓപ്ഷൻ എ ഫസലുൽ ഹക്ക്. മൂന്നാമത്തെ ചോദ്യം, സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ? ഓപ്ഷൻ ബി അലഹബാദ്. മംഗൾ പാണ്ഡെ തൂക്കിലേറ്റിയ വർഷം? രണ്ടാമത്തെ ചോദ്യം, 1857 വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ബി ചൗധരി. 11ാമത്തെ ചോദ്യം, 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന സംസ്ഥാനം? ഓപ്ഷൻ എ ഉത്തർപ്രദേശ്. 12ാമത്തെ ചോദ്യം, 1857 വിപ്ലവത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ ബി നാനാ സാഹിബ്. രണ്ടാം പാഴ്സി കലാപങ്ങൾ നടക്കുമ്പോൾ ആരായിരുന്നു ഗവർണർ ജനറൽ? ഓപ്ഷൻ സി റിച്ചാർഡ് വെല്ലസ്. ആധുനിക തപാൽ ടെലിഗ്രാം എന്നിവ ആരംഭിച്ച ഭരണാധികാരി? ഓപ്ഷൻ സി ഡൽഹൌസി പ്രഭു. 15 ഗോൺസ് വർഗക്കാരുടെ ഇടയിൽ നിലനിന്നിരുന്ന നരബലി അമർച്ച ചെയ്ത ഭരണാധികാരി? ഓപ്ഷൻ ഡി ഹാർഡിഞ്ച്. 16ാമത്തെ ചോദ്യം, മഹാരാജ രഞ്ജിത് സിംഗുമായി അമൃത്സർ ഉടമ്പടി ഒപ്പുവെച്ച ഗവർണർ ജനറൽ ആര്? ഓപ്ഷൻ സി മിന്റോ വൺ. 17ാമത്തെ ചോദ്യം, ഏത് ആക്ട് പ്രകാരമാണ് വാറൻ ഹേസ്റ്റിംഗ്സ് ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയത്? ഓപ്ഷൻ സി റെഗുലേറ്റിംഗ്. 18ാമത്തെ ചോദ്യം, ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശബിന്ദു ജവഹർലാൽ നെഹ്റു ആരെ കുറിച്ചാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്? ഓപ്ഷൻ ബി ഝാൻസി റാണി. 19ാമത്തെ ചോദ്യം, ദേശീയ ഗാനമായ ജനഗണമന ബംഗാളിയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ. 20ാമത്തെ ചോദ്യം, 1887 മദ്രാസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര്? ഓപ്ഷൻ എ PNCയുടെ സമ്മേളനത്തിൽ ഉൾപ്പെടുത്ത ആദ്യ
ഓപ്ഷൻ ബി പണ്ഡിറ്റ് രമാബായി. 22 നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാനുള്ള INC തീരുമാനത്തിൽ പ്രതിഷേധിച്ച് സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ച INC വേദി ഏതാണ്? ഓപ്ഷൻ സി 1922 ഗയ. 23ാമത്തെ ചോദ്യം 1938 INC നിയമിച്ച ദേശീയ ആസൂത്രണ കമ്മിറ്റി അധ്യക്ഷൻ? ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. 24ാമത്തെ ചോദ്യം 3 തവണ INC പ്രസിഡന്റായ ആദ്യ വ്യക്തി? ഓപ്ഷൻ എ ദാദാഭായ് നവറോജി. ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച സ്ഥലം? ഓപ്ഷൻ ബി മുംബൈ. 26ാമത്തെ റവല്യൂഷണറി എന്ന പ്രകടന പത്രിക ഏത് വിപ്ലവ സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ. 27ാമത്തെ ചോദ്യം ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ പോലീസ് മേധാവി സാൻഡേഴ്സിന്റെ വധവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസ്? ഓപ്ഷൻ എ ലാഹോർ ഗൂഢാലോചന. 28ാമത്തെ ചോദ്യം മാസ്പിഡ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ വിപ്ലവകാരി ആര്? ഓപ്ഷൻ എ സൂര്യ സെൻ. 29ാമത്തെ ചോദ്യം ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ ബി ശ്യാംജി കൃഷ്ണവർമ്മ. 30ാമത്തെ ചോദ്യം ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ സ്ഥാപകൻ? ഓപ്ഷൻ എ സൂര്യ സെൻ. 31ാമത്തെ ചോദ്യം ധനവും പദവിയും അധികാരവുമല്ല ആവശ്യം, ഹൃദയശുദ്ധിയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഓപ്ഷൻ സി വിവേകാനന്ദൻ. 32ാമത്തെ ചോദ്യം ബ്രഹ്മസമാജം ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവുമായി പിരിഞ്ഞ വർഷം? ഓപ്ഷൻ ഡി 1866. സ്വാമി വിവേകാനന്ദന്റെ ചിക്കാഗോ മതസമ്മേളനം നടന്ന വർഷം? ഓപ്ഷൻ ബി 1893. 34 ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് ടിബറ്റിൽ നിന്നാണെന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഓപ്ഷൻ എ ദയാനന്ദ സരസ്വതി. 35 ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്ന് വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്. 36 ഗാന്ധിജിയുടെ ആദ്യ പുസ്തകം ഹിന്ദു സ്വരാജ് എഴുതപ്പെട്ട ഭാഷ ഏതാണ്? ഓപ്ഷൻ ബി ഗുജറാത്തി. 37 ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഖേദ കർഷക സമരം നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻ ബി 1918. 38 ഡിക്കി വേർഡ് പ്ലാൻ എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ മൗണ്ട് ബാറ്റൺ പദ്ധതി. 39ാമത്തെ ചോദ്യം 1947 സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പായി വന്ദേ മാതരം ആലപിച്ചത് ആരാണ്? ഓപ്ഷൻ ബി സുജേത കൃപലാനി. അവസാനത്തെ ചോദ്യം സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള നാട്ടുരാജ്യം ഏതായിരുന്നു?
Option A, Hyderabad. Thank you all.